മുന്നിൽ വന്നുപെട്ട സർവന്റിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് നിനക്ക് കണ്ണ് കാണാൻ മേലെ, നിന്റെ കണ്ണ് ഞാനിന്ന് കുത്തിപ്പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞ് ഷീ അവളെ കൊല്ലാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ഷിയാൻ അങ്ങോട്ടേക്ക് വന്ന് അവൻ പൊട്ടിച്ചിട്ട് അവളോട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറയുന്നു. അവളിങ്ങനെ തന്നെ ജോലിക്കാരുടെ മുന്നിൽ വെച്ച് അടിച്ചത് ഷിയെ ശരിക്കും ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അവൻ ചെന്ന് അവളെ പിടിച്ചു നിർത്തിയിട്ട്, ഒരു ജോലിക്കാരിക്ക് വേണ്ടി നീ എന്നെ അടിക്കാറായോ? നിന്റെ മനസ്സിൽ ആ ജോലിക്കാരുടെ സ്ഥാനം പോലും എനിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ഒരാളെ കൂടി കൊല്ലുന്നത് കാണാൻ എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അവളൊരു പാവമാണ്, അതേപോലെ തന്നെ നീയും പാവമാണ് എന്ന് ഷിയാൻ പറയുന്നു. ഇതവനെ ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ യാൻഷിങ്ങൊക്കെ ഷീ എങ്ങനെയാണ് ലോർഡ് ഷാൻഷിങ്ങിൻ്റെ മകനുമായിട്ട് എക്സ്ചേഞ്ച് ആയത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്രൗൺ പ്രിൻസ് മരിച്ചു കഴിഞ്ഞപ്പോൾ പ്രിൻസസിന് ഒരു കൂട്ടായിട്ട് ഷാങ്ഷിൻ്റെ വൈഫ് അവരുടെ മകനെയും കൊണ്ട് ആ കൊട്ടാരത്തിൽ പതിവായി പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ചെന്നപ്പോഴാണ് അവിടെ ഈ തീപിടുത്തം ഉണ്ടാകുന്നതും അവർ അതിൽ പെട്ടുപോകുന്നതും. തീപിടുത്തത്തിൽ അവരുടെ മകന് ശരിക്കും പരിക്കേറ്റിരുന്നു. തിരിച്ചറിയാൻ കഴിയാത്ത വിധം മുഖത്തിനൊക്കെയാണ് പരിക്കേറ്റത്. ശരിക്കും പരിക്കേറ്റത് ഷാങ്ഷിൻ്റെ മകനായിരുന്നില്ല. ക്രൗൺ പ്രിൻസസിൻ്റെ മകൻ്റെ സ്ഥാനത്ത് കൊല്ലപ്പെട്ടത് ആ കുട്ടിയായിരുന്നു. എന്നിട്ട് യഥാർത്ഥത്തിലുള്ള ക്രൗൺ പ്രിൻസിൻ്റെ മകനായിട്ടുള്ള ഷീ ആ കുട്ടിയുടെ സ്ഥാനത്ത് ലോർഡ് ഷാങ്ഷിൻ്റെ ഭാര്യയോടൊപ്പം അവരുടെ വീട്ടിലേക്ക് വരികയുമായിരുന്നു. ആ തീപിടുത്തത്തിൻ്റെ മറവിൽ പ്രിൻസസ് കുട്ടികളെ തമ്മിൽ മാറ്റിയതാണ്. ഷിയാൻ താനൊരു പാവമാണ് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഷീ വീണ്ടും അവളെ ഫോഴ്സ് ചെയ്തിട്ട്, നീ എന്നോട് സഹതാപം കാണിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾ പക്ഷേ ധൈര്യത്തെ അവൻ്റെ മുന്നിൽ നിന്ന്, ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നീ കാണിക്കുന്ന ദേഷ്യവും ഈ ക്രൂരതയും എല്ലാം വെറും മുഖംമൂടിയാണ്. ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്ക് എല്ലാവരെയും പേടിയാണ്. അത് പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ക്രൂരതകൾ കാണിച്ചു കൂട്ടുന്നത്. എനിക്ക് നിന്നോട് സഹതാപം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. എൻ്റെ അമ്മയും അന്ന് ഇങ്ങനെ തന്നെ ആയിരുന്നു പറഞ്ഞത്. ഇതും പറഞ്ഞുകൊണ്ടാണ് അമ്മ എൻ്റെ മുഖം ആ തീക്കുള്ളിലേക്ക് പിടിപ്പിച്ചത് എന്നവൻ പറയുന്നുണ്ട്. അവനെ കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ലോർഡ് ഷാങ്ഷിൻ്റെ വീട്ടിലേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ്റെ അമ്മ തന്നെയാണ് ഇവൻ്റെ മുഖം തീയുള്ള ഒരു പാത്രത്തിലേക്ക് പിടിപ്പിച്ചിട്ട് തിരിച്ചറിയാൻ കഴിയാത്ത വിധം മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റിയത്. എന്നിട്ട് സാഹുയുടെ അമ്മയായിരുന്നു ലോർഡ് ഷാങ്ഷിൻ്റെ മകന് പകരം ഇവനെ അവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്ത് പുറത്ത് കൊണ്ടുപോയത്. 17 വർഷങ്ങളായിട്ട് ഷീ ഇങ്ങനെ ലോർഡ് ഷാങ്ഷിൻ്റെ മകനായിട്ട് അയാളുടെ വീട്ടിൽ ജീവിക്കുകയാണല്ലോ. ഒരിക്കൽ പോലും ലോർഡ് ഷാങ്ഷിൻ്റെ സ്വന്തം മകൻ്റെ ഐഡൻറ്റിറ്റിയിൽ സംശയം തോന്നിയിട്ടില്ല എന്ന് യാൻഷൻ സാഹോയോട് ചോദിക്കുന്നു. അന്നത്തെ തീപിടുത്തത്തിൽ പറ്റിയ പരിക്ക് കാരണമാണ് മകൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നതെന്നാണ് ലോർഡ് ഷാങ്ഷിൻ വിശ്വസിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായി സംഭവിക്കാവുന്ന ഒന്ന് തന്നെയാണല്ലോ. അതുകൊണ്ട് ആർക്കും അങ്ങനെ സംശയം തോന്നിയിട്ടില്ല. പക്ഷെ അന്നത്തെ ആ സംഭവത്തിന് ശേഷം മകൻ്റെ സ്വഭാവം ശരിക്കും മാറിപ്പോയി എന്ന് ലോർഡ് ഷാങ്ഷിൻ എപ്പോഴും പറയാറുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തോന്നലുണ്ടായിട്ടാവണം ഷീയെ അടുത്ത അവകാശിയായി തീരുമാനിക്കാതെ ഇളയ മകനായ സുയാൻ സിംഗിനെ അവകാശിയായിട്ട് തീരുമാനിച്ചത് എന്ന് സാഹോ പറയുന്നു. സുയാൻ സിംഗ് മുമ്പ് ലിനാനിലേക്ക് വന്നത് ഷീയുടെ സെറ്റപ്പ് ആയിരുന്നോ എന്ന് യാൻഷിങ് ഈ സമയത്ത് ചോദിക്കുന്നു. യാൻഷിങ് ലിനാനിലുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഷീ തന്നെയാണ് അങ്ങനെ ഒരു ട്രാപ്പ് റെഡിയാക്കിയതെന്ന് അയാൾ സമ്മതിക്കുന്നു. ലോർഡ് ഷാങ്ഷിങ് ഇവിടുത്തെ രാജാവിനെ കൊന്നിട്ട് അധികാരം തട്ടിയെടുക്കാനായിട്ടുള്ള യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ യുദ്ധത്തിൽ അയാൾ ജയിക്കുകയാണെങ്കിൽ അടുത്ത രാജാവാകാൻ പോകുന്നത് സുയാൻ സിംഗ് ആയിരിക്കും. അത് ഷീക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സുയാൻ സിംഗിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ട്രാപ്പ് ഉണ്ടാക്കി അവനെ യാൻഷിങ്ങിൻ്റെ അടുത്തേക്ക് എത്തിച്ചതെന്ന് സാഹോ പറയുന്നു. പിന്നെ തൻ്റെ അമ്മയെ ഷീ കൊന്ന കാര്യവും അവൻ പറയുന്നുണ്ട്. ഷീക്ക് ഷിയാനുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് സൂൻ ചോദിക്കുന്നു. ഷിയാൻ അവൻ്റെ ഓടിപ്പോയ കോൺക്യൂബിനാണ് എന്നും ബാവർ ഷിയുടെ മകനാണ് എന്നും അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ ബ്ലഡ് ലൈനിൽ പെട്ടതാണ് എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ സാഹോ അവരോട് പറയുന്നു. ഷീ അധികാരത്തിലെത്തിയാൽ അത് ഈ നാടിൻ്റെ തന്നെ ഒരു ശാപമായി മാറും. അതുകൊണ്ട് അവനെ അധികാരത്തിലെത്തിക്കാതെ രാജാവിൻ്റെ ബ്ലഡ് ലൈനിൽ തന്നെയുള്ള ബാവറെ അടുത്ത അവകാശിയായി രാജ്യത്തിൻ്റെ ഭരണത്തിലേക്ക് എത്തിക്കാൻ യാൻഷിങ്ങിന് കഴിയുമെങ്കിൽ സഹായിക്കണമെന്ന് കൂടി സാഹോ അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ബാവർ അധികാരത്തിലെത്തിയാൽ അത് സാധാരണ ജനങ്ങൾക്കൊക്കെ വലിയൊരു അനുഗ്രഹമായിരിക്കും എന്നൊക്കെ സാഹോ പറയുന്നുണ്ട്. 17 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ കൂട്ടക്കൊലയെ പറ്റി അയാൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് യാൻഷിങ് അയാളോട് ചോദിക്കുന്നുണ്ട്. എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല, പക്ഷേ ഷീക്ക് അതിനെപ്പറ്റി അറിയാമായിരിക്കണമെന്ന് സാഹു പറയുന്നു. ഷിയാൻ എന്തായാലും ഷിയുടെ വീക്ക് പോയിന്റിൽ കയറി പിടിച്ചതോടെ അവൻ അവളുടെ മുന്നിൽ മനസ്സ് തുറക്കുന്നുണ്ട്. അടുത്ത രാജാവാകേണ്ടത് ഞാനായിരുന്നു. എന്നിട്ട് ഞാനിപ്പോൾ ഓരോ ദിവസവും സർവൈവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയാണ്. എൻ്റെ കുടുംബത്തെ നശിപ്പിച്ച വെയ്യാനെയും ബാക്കിയുള്ളവരെയും ഒക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലോർഡ് ഷാങ്ഷിനെ കൊണ്ട് ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാക്കിച്ചത് എൻ്റെ തന്ത്രമായിരുന്നു എന്നൊക്കെ ഷീ അവളോട് തുറന്ന് പറയുന്നു. നീ വെയ്യാനെ നശിപ്പിച്ചാലും പിന്നെ അത് കഴിയുമ്പോൾ മാർക്കിസ് ഓഫ് വുവാനുണ്ട്. അങ്ങനെ പലരെയും നിനക്ക് നേരിടേണ്ടി വരും. ഇവരെയൊക്കെ തോൽപ്പിച്ച് നിനക്ക് അധികാരത്തിലെത്താൻ പറ്റുമോ എന്ന് ഷിയാൻ അപ്പോൾ ചോദിക്കുന്നു. എനിക്ക് അധികാരത്തിലെത്താൻ പറ്റിയില്ലെങ്കിലും ലോർഡ് ഷാങ്ഷിനും വെയ്യാനുമൊക്കെ തമ്മിൽ തല്ലി പരസ്പരം നശിച്ചു കഴിഞ്ഞാൽ എനിക്ക് തൃപ്തിയാവും. ലോർഡ് ഷാങ്ഷിനെതിരായിട്ടുള്ള ഒരു തെളിവ് എൻ്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ് അവൻ തൻ്റെ കഴുത്തിൽ കിടന്നുണ്ടായിരുന്ന ഒരു ടൈഗർ ടാലിയെടുത്ത് അവളെ കാണിക്കുന്നു. 17 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന യുദ്ധത്തിലെ ഒരു പ്രധാന തെളിവാണത് എന്നും അവൻ പറയുന്നുണ്ട്.
17 വർഷങ്ങൾക്ക് മുമ്പ് ആ യുദ്ധം നടന്ന സമയത്ത് ഏതോ ഒരു ജനറൽ ആ ടൈഗർ ടാലിയുമായി ലോർഡ് ഷാങ്ഷിൻ്റെ അടുത്തെത്തി തങ്ങൾക്ക് ബാക്കപ്പ് സൈന്യത്തെ വിട്ടുതരണം, ക്രൗൺ പ്രിൻസും ജനറൽ ഷിയയും പെട്ടുകിടക്കുകയാണ് എന്നൊക്കെ പറയുന്നതും ഇതിനിടയിൽ കാണിക്കുന്നുണ്ട്. ഷീ ഇത്ര സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നോട് ഷെയർ ചെയ്യുന്നത് എന്തിനാണ് എന്ന് ഷിയാൻ ചോദിക്കുന്നുണ്ട്. നീ എന്നെ ചതിക്കില്ല എന്ന് എനിക്കറിയാം, കാരണം നീ എൻ്റെ പെണ്ണാണ് എന്ന് പറഞ്ഞ് അവൻ അവളെ അടുത്തേക്ക് പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ യാൻഷൻ ബാവറെ സേഫായിട്ടൊരു സ്ഥലത്തേക്ക് അയക്കാൻ ഒരുങ്ങുന്നു. പോകുന്നതിന് മുമ്പ് തൻ്റെ അമ്മയെ രക്ഷിക്കുന്നതിനെ പറ്റി ബാവർ പറയുന്നുണ്ട്. എൻ്റെ അമ്മ ശത്രുക്കളുടെ കയ്യിലാണെങ്കിലും ഇപ്പോൾ രക്ഷിക്കാൻ പറ്റിയ സമയമല്ല എന്ന് എനിക്കറിയാം എന്നാണ് അവൻ പറഞ്ഞത്. വിഷമിക്കണ്ട, നിൻ്റെ അമ്മ അന്വേഷിച്ച് ഞാൻ ആളെ വിട്ടിട്ടുണ്ട്. അമ്മയെക്കുറിച്ച് വിവരം കിട്ടിയാൽ രക്ഷപ്പെടുത്തിയിട്ട് നിങ്ങളെ ഒരുമിച്ച് ഷാങ്ങിങ്ങിൻ്റെ അടുത്തേക്ക് അയക്കാമെന്ന് അവൻ പറയുന്നു. ഷാങ്ങിങ് സേഫായിട്ട് ലിനാനിൽ തിരിച്ചെത്തി എന്നറിഞ്ഞപ്പോൾ ബാവർക്ക് സന്തോഷമാവുന്നു. പിന്നെ ഷാങ്ങുവിനെ കുറിച്ചും അവൻ ചോദിക്കുന്നുണ്ട്. ഷാങ്ങു സേഫാണെന്ന് യാൻഷങ് അറിയിക്കുന്നു. എന്നിട്ട് അവനെ സമാധാനിപ്പിച്ച് യാൻഷങ് സേഫായ സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ലോർഡ് ഷാങ്ഷിൻ്റെ ആർമി ലൂഷൻ പിടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ലൂഷങ്ങിലേക്ക് പോകണമെന്ന് സൂൻ ഈ സമയത്ത് പറയുന്നു. അങ്ങനെ അവർ ആ ക്യാമ്പ് ബ്രേക്ക് ചെയ്ത് അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. ഷീ അടുത്ത ദിവസം രാവിലെ ഉണരുമ്പോൾ അവൻ്റെ അടുത്ത് ഷിയാൻ ഉണ്ടായിരുന്നില്ല. അവൻ ഒരു സർവന്റിനെ വിളിച്ചിട്ട് അവളെ കണ്ടുപിടിക്കാൻ പറയുന്നു. അപ്പോഴാണ് അവൾ മിസ്സിംഗ് ആണ്, അവനെ ഉണർത്താൻ പേടിച്ചിട്ടാണ് ഇതുവരെ വിളിക്കാതിരുന്നതെന്ന് സർവന്റ് പറയുന്നത്. അതോടെ അവൾ തനിക്ക് എന്തോ പോയിസൺ നൽകിയെന്ന് ഷീക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവനെ മയക്കി കിടത്തിയിട്ട് അവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയതായിരുന്നു. ഷാങ്യുവും സംഘവും ഈ സമയം ലൂഷങ്ങിൻ്റെ ബോർഡറിലെത്തുന്നുണ്ട്. അവിടെയുള്ള ലാൻഡ്മാർക്ക് കണ്ട് നമ്മളിനി ലൂഷങ്ങിലേക്കാണ് കടക്കാൻ പോകുന്നതെന്നൊക്കെ ഷാങ്യു കൂടെ ഉണ്ടായിരുന്നവരോട് പറയുന്നു. ഈ സമയത്ത് ആരോ ഓടി വരുന്ന ശബ്ദം കേട്ടിവർ നോക്കുമ്പോൾ ഷിയാൻ ഓടി വരുന്നതാണ് കാണുന്നത്. ഷാങ്യുവിനെ കണ്ട് ഷിയാൻ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. അവൾ ഷിയെ ഉറക്കി കിടത്തിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരുന്ന വഴിയാണ്. അവളെ അന്വേഷിച്ചിറങ്ങിയതാണ്. അവൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നൊക്കെ ഷാങ്യു ചോദിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ വിശദമായിട്ട് പറയാൻ സമയമില്ല. ഷീ പെട്ടെന്ന് തന്നെ നമ്മുടെ പിന്നാലെ എത്തും, അതുകൊണ്ട് വേഗം ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് ഷിയാൻ അവളെയും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഷിയുടെ ആൾക്കാർ അവിടെ എത്തുന്നു. ഷിയും അവർക്കൊപ്പം തന്നെ ഉണ്ട്. എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് പോകാമെന്ന് നീ വിചാരിച്ചോ? എന്തായാലും ഷാങ്യു തേടിപ്പിടിച്ച് ഇവിടെ വരെ വന്നത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ നീ കാണിച്ചത് മണ്ടത്തരമായി പോയി എന്ന് പറഞ്ഞ് ഷിയാനെ ഒഴികെ അവിടെയുള്ള ബാക്കി എല്ലാവരെയും കൊല്ലാൻ ഓർഡർ നൽകുന്നു. പക്ഷേ അവർ ഇവരെ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു സംഘം സൈനികർ അവരെ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നുണ്ട്. തൊട്ട് പുറകെ തന്നെ ജനറൽ ഹേയും ജനറൽ വൂവും കുറേ സൈനികരുമായിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നു. ജനറൽ വൂ എന്താണ് അവിടെ എന്ന് ഷാങ്യു വിളിച്ച് ചോദിക്കുന്നുണ്ട്. അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യാൻഷങ് ഒരു സ്ക്വാഡിനെ അയക്കാൻ പറഞ്ഞിരുന്നല്ലോ, ആ ടീമിനെയും കൊണ്ട് ജനറൽ വൂ ആയിരുന്നു വന്നത്. പിന്നെ ഈ ലൂഷൻ ബോർഡറിൽ വെച്ച് അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് യാൻഷങ്ങിന് സംശയമുണ്ടായിരുന്നതിനാൽ ലൂഷനിലുള്ള ജനറൽ ഹേയോടും ഇങ്ങോട്ടേക്ക് എത്താൻ അവൻ നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെയാണ് ഇവരിവിടെ വെച്ച് മീറ്റ് ചെയ്ത് ഒരുമിച്ച് വരുന്നത്. ഷിയോട് കീഴടങ്ങാൻ ജനറൽ ഹേ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളെ പേടിയൊന്നുമില്ല, ഞാൻ എന്തായാലും ഷിയാനെ ഇവിടെ വിട്ടിട്ട് പോകാൻ പോകുന്നില്ല എന്ന് അവൻ തീർത്ത് പറയുന്നു. അതോടെ ഷിയാൻ അവളുടെ തലയിലിരുന്ന ഹെയർ പിൻ ഊരി അവളുടെ കഴുത്തിന് തന്നെ കുത്തിയിട്ട് ഇനി നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ മരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അതിൽ ഷീ പേടിക്കുന്നുണ്ട്. അവൾക്ക് ഒരപകടവും വരാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം അവൻ അവിടെ നിന്ന് തിരികെ പോകുന്നു. ഷാങ്യു ഷിയാൻ്റെ അടുത്തേക്ക് നിന്ന് അവളെ സമാധാനിപ്പിച്ച് അവളുടെ കയ്യിൽ നിന്ന് ആ ഹെയർ പിൻ പിടിച്ച് വാങ്ങുന്നുണ്ട്. പിന്നെ അവളുടെ അടുത്തിരുന്ന് എന്തായിരുന്നു സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചറിയാൻ തുടങ്ങുന്നു. ബാവർ എവിടെയെന്നും ഷാങ്യു അന്വേഷിക്കുന്നുണ്ട്. നാനി ബാവറിനെയും കൊണ്ട് രക്ഷപ്പെട്ടു പോയി, പക്ഷേ നാനി ഓൾറെഡി കൊല്ലപ്പെട്ടു, ബാവർ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല എന്നൊക്കെ ഷിയാൻ പറയുന്നുണ്ട്. പേടിക്കേണ്ട, അവനൊരു കുഴപ്പവും പറ്റില്ല എന്ന് പറഞ്ഞ് ഷാങ്യു അവളെ സമാധാനിപ്പിക്കുന്നു. ഷിയെ പിടികൂടാനായിട്ട് ജനറൽ ഹേ ഒരു സംഘത്തെ അവന് പിന്നാലെ വിട്ടെങ്കിലും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ സൈനികർ ശരിക്കും എക്സ്പേർട്സാണ്. പിന്നെ ഒരു ബാക്കപ്പ് സൈന്യത്തെയും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്ന് ആ പോയവർ തിരികെ വന്ന് അറിയിക്കുന്നു. പിന്നെ അദ്ദേഹം ഷാങ്യുവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് അവളെ കൂടി ലൂഷങ്ങിലെ തങ്ങളുടെ ക്യാമ്പിലേക്ക് വിളിക്കുന്നു. അങ്ങനെ അവരും അവരുടെ കൂടെ ചെല്ലുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ആർമി ക്യാമ്പിൽ വെച്ച് ജനറൽ ഹേ ആവശ്യപ്പെട്ടതനുസരിച്ച് ഷാങ്യു അദ്ദേഹത്തെ കാണാനായി ചെല്ലുന്നു. ആർമിയിൽ എല്ലാവരും നീ വെറും 3 ഇടികൊണ്ട് ജനറൽ ഷിഹുവിനെ കൊന്നതിനെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് സത്യം തന്നെയാണോ എന്ന് അവളെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു. 2 ഇടിയേ വേണ്ടി വന്നുള്ളൂ എന്ന് ഷാങ്യു മുമ്പത്തെ പോലെ വിനയത്തോടെ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അദ്ദേഹം ചിരിക്കുന്നു. എന്നിട്ട് അവളെ ഒരു ഫ്രണ്ട്ലി മാച്ചിന് ക്ഷണിക്കുന്നുണ്ട്. എൻ്റെ കഴിവ് ഒട്ടും പ്രൊഫഷണൽ അല്ല, ഞാൻ അമച്ചുറായിട്ട് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് ശരിയാവുമോ എന്നറിയില്ല എന്നൊക്കെ ഷാങ്യു പറയുന്നുണ്ടെങ്കിലും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു സ്റ്റിക്ക് അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നീ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, നിന്നെക്കൊണ്ട് പറ്റാവുന്ന മാക്സിമം ഫോഴ്സ് ഉപയോഗിച്ചോളാം അദ്ദേഹം ആദ്യമേ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് അവർ തമ്മിൽ ആ ഫ്രണ്ട്ലി മാച്ച് തുടങ്ങുന്നു. ഷാങ്യുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് പലതവണ മുന്നിൽ നിൽക്കുന്നത് അവളുടെ അച്ഛനാണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ 17 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ രണ്ടുപേരും കൂടി ഇപ്പോൾ ഇവർ ചെയ്യുന്നത് പോലെ ഒരുമിച്ച്
ഫൈറ്റ് ചെയ്തിരുന്നതും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. ഷാനുവിനോട് പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് നന്നായി പരിശ്രമിക്കേണ്ടി വരുന്നു. പക്ഷെ അവസാനം ഒരു മൂവിൽ അദ്ദേഹത്തിന് അവളെ കീഴ്പ്പെടുത്താനും പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവൾ അവസാനം ഫെയിലായത്, എന്ത് മാറ്റമാണ് അവളുടെ മൂമെൻറ്റ്സിൽ കൊണ്ടുവരേണ്ടത് എന്നൊക്കെ അദ്ദേഹം അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഷാനുവിനെ ഈ ഒരു ടെക്നിക്ക് പഠിപ്പിച്ചത് അവളുടെ അച്ഛനാണല്ലോ. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മറ്റാരെയും മുന്നിൽ കാണിച്ചിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ജനറലിന് ഇതിനെക്കുറിച്ച് അറിയാവുന്നത്? അവളുടെ എല്ലാ മൂവ്മെൻറ്റും അദ്ദേഹം കൃത്യമായിട്ട് തന്നെ തടുത്തിരുന്നല്ലോ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിനും ഇതിനെപ്പറ്റി അറിയാമല്ലോ എന്നൊക്കെ ഷാനു അദ്ദേഹത്തോട് ചോദിക്കുന്നു. നിന്റെ അച്ഛനും ഞാനും പഴയ സുഹൃത്തുക്കളായിരുന്നുവെന്ന് ജനറൽ ഹേ അവളോട് പറയുന്നുണ്ട്. അന്ന് കുട്ടിയായിരുന്ന ഷാനുവിനെ പറ്റിയൊക്കെ അവർ തമ്മിൽ പറയുമായിരുന്നു. അവൾ വളരുമ്പോൾ അവളെ ഞാൻ ഈ ബ്ലേഡ് ടെക്നിക്ക് പഠിപ്പിക്കുമെന്ന് അന്നേ ഇവളുടെ അച്ഛൻ പറയുമായിരുന്നു. കാണാൻ അവൾ അവളുടെ അമ്മയെ പോലെയാണെങ്കിലും അവളുടെ ശരീരപ്രകൃതി എന്നെ പോലെയാണ്. അതുകൊണ്ട് എൻ്റെ ഈ ടെക്നിക്ക് പഠിക്കാനുള്ള ഫിസിക്കൽ യോഗ്യത അവൾക്കുണ്ട് എന്നൊക്കെ അന്ന് തന്നെ അദ്ദേഹം പറയുമായിരുന്നു. ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉള്ളതിനെ പറ്റി അച്ഛൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ആ ലിനാനിലെ കൊച്ചു ഗ്രാമത്തിലുള്ള ഒരു ബച്ചറായിട്ടുള്ള എൻ്റെ അച്ഛൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ജനറലുമായിട്ട് ഫ്രണ്ട് ആവുന്നത് എന്നൊക്കെ ഷാനു അദ്ദേഹത്തോട് സംശയം ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഒരു നീണ്ട കഥയാണ്. ലൂഷനിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയ ശേഷം ഞാൻ നിന്നോട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് അദ്ദേഹം പറയുന്നു. ഷാനു ഇപ്പോൾ ജനറൽ ഷിഹുവിനെയൊക്കെ കൊന്നത് കാരണം അവൾക്കൊരു 6th റാങ്കിങ് ജനറൽ ആവാനുള്ള യോഗ്യത കിട്ടിയിരിക്കുകയാണ്. അത് ഉപേക്ഷിച്ചിട്ട് അവൾ തിരികെ പോവുകയാണോ എന്ന് മുമ്പ് മാസ്റ്റർ തവോ ഇവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒഫീഷ്യൽ സ്ഥാനമൊന്നും വേണ്ട എന്ന് ഷാനു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ജനറൽ ഹേ അവൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു യൂണിഫോം തയ്യാറാക്കി സമ്മാനിക്കുന്നുണ്ട്. ആർമിയിൽ ഇതിനു മുമ്പ് ഫീമെയിൽ ജനറൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് വേണ്ടി മുൻകൂട്ടി അങ്ങനെ ഒരെണ്ണം ചെയ്തെടുക്കാൻ പറ്റാത്തത് കാരണം പ്രത്യേകം പറഞ്ഞ് തയ്യാറാക്കിച്ചതാണത് എന്ന് അദ്ദേഹം അവളോട് പറയുന്നുണ്ട്. ഷാനുവിന് യൂണിഫോം കണ്ടപ്പോൾ ശരിക്കും സന്തോഷമാവുന്നു. ഞാൻ അവസാനമായിട്ട് ഒരാൾക്ക് യൂണിഫോം സമ്മാനിച്ചത് 30 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. നിർഭാഗ്യവശാൽ അയാളിപ്പോൾ കൂടെയില്ല എന്നുകൂടി ജനറൽ ഹേ ഈ സമയത്ത് ചെറിയ വിഷമത്തോടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏതോ ഫ്രണ്ടിനെ പറ്റിയാണ് പറയുന്നതെന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ആ ഫ്രണ്ട് ഏതെങ്കിലും യുദ്ധഭൂമിയിൽ വെച്ചാണോ മരിച്ചത് എന്ന് ഷാനു ചോദിക്കുന്നു. യുദ്ധഭൂമിയിൽ വെച്ചല്ല അവൻ മരിച്ചത്, പക്ഷേ അവൻ കാരണം ഒരു യുദ്ധം തന്നെ ഒഴിവാക്കാൻ സാധിച്ചു. അതുകൊണ്ട് സാധാരണ ജനങ്ങളെല്ലാം അവനോട് കടപ്പെട്ടിരിക്കുകയാണ്. വലിയൊരു ത്യാഗമാണ് അവൻ ചെയ്തത് എന്നൊക്കെ ജനറൽ ഹേ അപ്പോൾ പറയുന്നുണ്ട്. എല്ലാവരും ഒരു ദിവസം മരിക്കും, പക്ഷെ ഒരാളുടെ മരണം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുന്നെങ്കിൽ അതൊരു വലിയ കാര്യമാണ് എന്ന് അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഷാനു അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നു. ഈ സമയത്താണ് ലീ അങ്ങോട്ടേക്ക് വരുന്നത്. അവനെ കണ്ടപ്പോൾ ഷാനു സന്തോഷത്തോടെ അവൻ മുമ്പ് പറഞ്ഞു കൊടുത്തിട്ടുള്ള അവൻ്റെ കോർട്ടസി പേരായിട്ടുള്ള വെങ്കാൻ എന്ന പേര് വിളിക്കുന്നു. പക്ഷെ അവൾ തെറ്റിച്ച് മെങ്കാൻ എന്നാണ് വിളിച്ചത്. അവനെ അത്ര കാര്യമാക്കാതെ അവിടെ ചെന്നിരുന്ന് അവളോട് വിശേഷം ചോദിക്കുന്നു. അപ്പോഴാണ് നിന്റെ പേരെന്നാണ് മെങ്കാൻ എന്ന് ചേഞ്ച് ചെയ്തതെന്ന് ജനറൽ ഹേ സംശയത്തോടെ ചോദിക്കുന്നത്. ഷാനു ഇങ്ങനെ പേര് തെറ്റി വിളിക്കുന്ന ഒരു സ്ഥിരമാണ് എന്ന് പറഞ്ഞ് ലീ എന്ന് നിസ്സാരമാക്കി തള്ളിക്കളയുന്നുണ്ട്. അപ്പോഴാണ് താൻ പേര് തെറ്റിച്ചാണ് വിളിക്കുന്നതെന്ന് ഷാനുവിന് മനസ്സിലാവുന്നത്. എന്നിട്ടും എന്താണ് തെറ്റെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് അവൾ ലീയോട് ചോദിക്കുന്നു. ഒരു തെറ്റില്ല, നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ വിളിച്ചോളാൻ അവൻ പറയുന്നു. ഇങ്ങനെ പേരിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഗോഡ് ഫാദർ എനിക്കും അടുത്തിടെ ഒരു പേര് നൽകിയിരുന്നുവെന്ന് ഷാനു പറയുന്നു. അവളുടെ ഗോഡ് ഫാദർ മാസ്റ്റർ തവോ ആണെന്ന് ലീക്ക് അറിയാമായിരുന്നു. പക്ഷേ ജനറൽ ഹേ ഇപ്പോഴാണ് അതറിയുന്നത്. എന്നാണ് അദ്ദേഹം നിന്നെ ഗോഡ് ഡോട്ടറായിട്ട് സ്വീകരിച്ചത് എന്നൊക്കെ ജനറൽ ഹേ ആകാംക്ഷയോടെ ചോദിക്കുന്നു. ഷാനു പിന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തനിക്ക് മാസ്റ്റർ തവോ നൽകിയ പേരും പറയുന്നു. ജനറൽ ഹേയോട് സംസാരിച്ച ശേഷം ലീക്കൊപ്പമാണ് ഷാനു തിരികെ പോകുന്നത്. അവളുടെ വീരസാഹസിക കഥകളൊക്കെ ലീയും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ അവൻ പറയുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ നീ മിക്കവാറും ഭാവിയിൽ മാർക്കിസിനേക്കാൾ ഉയർന്ന സ്ഥാനത്തെത്താനാണ് സാധ്യതയെന്നും അവൻ പറയുന്നുണ്ട്. അപ്പോഴാണ് യാൻഷൻ ഇങ്ങോട്ടേക്കാണോ വരുന്നത് എന്നുള്ള കാര്യം ഷാനു ചോദിക്കുന്നത്. അവനും ഇങ്ങോട്ടേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷേ ശത്രുക്കളെ അവൻ്റെ വരവ് അറിയിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റേതോ വഴിയിലൂടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞാണ് അവൻ വരുന്നത്. അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി എടുത്തേക്കും എന്ന് ലീ അറിയിക്കുന്നുണ്ട്. പിന്നെ അവളുടെ അച്ഛനെ പറ്റി അവർ സംസാരിക്കുന്നു. മുമ്പ് ലിനാനിലായിരുന്നപ്പോൾ മുത്തശ്ശൻ പറഞ്ഞ അച്ഛൻ്റെ ഫേക്കായിട്ടുള്ള ഐഡൻറ്റിറ്റിയുടെ കാര്യമൊക്കെ ഷാനു അവനോട് പറയുന്നുണ്ട്. പിന്നെ അവിടുത്തെ റെക്കോർഡ്സിൽ നോക്കിയപ്പോൾ കൊള്ളക്കാരാൽ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണല്ലോ അവൾക്ക് പിന്നെയും അറിയാൻ സാധിച്ചത്. എല്ലാവരും പറയുന്നതിൽ എന്തൊക്കെയോ കള്ളമുണ്ട് എന്നും എന്നാൽ എന്തൊക്കെയോ ശരിയുണ്ട് എന്നും തനിക്ക് തോന്നുകയാണ്. ജനറൽ ഹേ ആണെങ്കിൽ ഒന്ന് തുറന്ന് പറയുന്നതുമില്ല എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ ജനറൽ ഹേയുടെ വാക്കുകളിൽ നിന്ന് നിൻ്റെ അച്ഛന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നല്ല സ്ഥാനമുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നിൻ്റെ അച്ഛൻ നിനക്ക് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കും. അതുകൊണ്ട് തൽക്കാലം അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. സമയമാകുമ്പോൾ അദ്ദേഹം തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിന്നോട് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞോളൂ എന്ന് ലീ അവളെ സമാധാനിപ്പിക്കുന്നു. പിന്നെ അവൾ ലിനാനിലേക്ക് തിരികെ പോകുന്നില്ല എന്നും അവൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പോകാൻ പറ്റുമോ എന്ന് അവൾ ചോദിച്ചപ്പോൾ ഉടനെ തന്നെ അവളെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ട അറേഞ്ച്മെൻറ്റ് ചെയ്യാമെന്ന് അവൻ പറയുന്നു. ഷാങ്യവും അത് സമ്മതിക്കുന്നുണ്ട്. യാൻഷങ്ങും സംഘവും ഈ ലൂഷങ്ങിന് അടുത്തായി തന്നെ വന്ന് ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് എങ്ങനെയാണ് നീക്കങ്ങൾ നടത്തേണ്ടതെന്ന് അവൻ ശൂന്യമായി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡയറക്റ്റ് ലോർഡ് ഷാൻഷിങ്ങിനെ അറ്റാക്ക് ചെയ്യാനാണ് അവനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് നല്ല ഐഡിയ ആണ് എന്ന് സുന്യം പറയുന്നുണ്ട്.
ഷാനു ഈ ആർമി ക്യാമ്പിലുണ്ട് എന്നറിഞ്ഞ് മാസ്റ്റർ താവോ അവിടെ വന്ന് അവളെ കാണുന്നുണ്ട്. അവളുമായിട്ടൊന്ന് സംസാരിക്കുന്നതിന് വേണ്ടി അവളെ അദ്ദേഹം ഫിഷിങ്ങിനായി കൂട്ടിക്കൊണ്ടു പോകുന്നു. ബാവോയും സംഘവും അവർക്കൊപ്പം ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധത്തിൽ പങ്കെടുക്കാതെ തിരികെ പോകാൻ തന്നെയാണ് അവളുടെ തീരുമാനമെന്ന് അദ്ദേഹം ഇപ്പോഴും അവളോട് ചോദിക്കുന്നു. ശരിക്കും അവളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ വന്നിരിക്കുന്നത്. ഷാങ്കു ഇപ്പോഴും തനിക്ക് യുദ്ധഭൂമിയിലേക്ക് പോകാൻ താല്പര്യമില്ല, ആളുകൾ മുന്നിൽ മരിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ അവളെ ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ട് എന്തിനാണ് വെറുതെ ഷാങ്കുവിനെ നിർബന്ധിക്കുന്നത്, അവൾ തിരികെ ലിനാനിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെ ബാവോ ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്. യുദ്ധം ഉണ്ടാകുമ്പോൾ എല്ലാ സാധാരണക്കാരായ ജനങ്ങളും അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ മാസ്റ്റർ താവോ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. യുദ്ധമുണ്ടാകുമ്പോൾ സൈനികരെക്കാൾ കൂടുതൽ കഷ്ടപ്പെടാൻ പോകുന്നത് സാധാരണക്കാരായ ജനങ്ങളായിരിക്കും. യുദ്ധത്തിന് ഒരു സോൾജിയറിന് വേണ്ടി ചെലവാക്കുന്ന തുക 10 ജനങ്ങൾ ഒരുമിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കേണ്ടി വരും. വഴിയരികൾ മുഴുവൻ ഡെഡ് ബോഡികൾ കിടക്കുന്നതും യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന സൈനികർ അഭയാർത്ഥികളായിട്ട് വന്ന് സാധാരണ ജനങ്ങൾക്കിടയിൽ കയറുന്നതുമൊക്കെ അവരെ ബുദ്ധിമുട്ടിക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കുറച്ച് നഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എന്നൊക്കെ അദ്ദേഹം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഷാങ്യു തിരികെ ക്യാമ്പിലെത്തിയ സമയത്ത് യാൻഷങ് മുമ്പ് അവളെ ഏൽപ്പിച്ചിട്ട് പോയ ആ വാൾ എടുത്ത് നോക്കുന്നുണ്ട്. അവൾ ഇങ്ങനെ യാത്ര പുറപ്പെട്ട ദിവസം രാത്രി നദീതീരത്ത് വെച്ച് യാൻഷങ് അവളെ കണ്ടിരുന്നല്ലോ. ആ സമയത്ത് അവൻ അവളുടെ കയ്യിൽ ഏൽപ്പിച്ചതായിരുന്നു അത്. അവളുടെ ബച്ചർ നൈഫ് നശിച്ചത് കാരണം അതൊരുക്കി ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് അവൻ അവളോട് പറഞ്ഞിരുന്നു. അന്ന് അങ്ങനെ സംസാരിച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് അവൾക്ക് ബ്ലഡിൻ്റെ സ്മെല്ല് കിട്ടുന്നുണ്ട്. അതെവിടെ നിന്നാണെന്ന് അവൾക്ക് ആദ്യം മനസ്സിലാവുന്നില്ല. പിന്നെയാണ് അവൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്ന അവൾ ശ്രദ്ധിക്കുന്നത്. അതെന്താണെന്ന് അവൾ നോക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഒന്നുമില്ല, നേരത്തെ പറ്റിയാണെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുന്നു. പക്ഷേ നേരത്തെ അവൻ്റെ കയ്യിൽ അങ്ങനെ മുറിവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതെന്താണെന്ന് നോക്കണമെന്ന് അവൾ വാശി പിടിക്കുന്നു. അവൻ സമ്മതിക്കാതിരുന്നപ്പോൾ ഇത് നോക്കാൻ നീ സമ്മതിച്ചില്ലെങ്കിൽ വേഗം ഇവിടുന്ന് പോയിക്കോളാൻ അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവൾ കൈ നോക്കാനായിട്ട് സമ്മതിക്കുന്നു. അങ്ങനെ ആ മുറിവ് അവൾ കാണുന്നുണ്ട്. എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ആ വാൾ അങ്ങനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടി വന്നതാണ് എന്ന് അവന് പറയേണ്ടി വരുന്നു. ഷാങ്യു അതറിഞ്ഞപ്പോൾ അവന് വഴക്ക് പറയുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഡെയിലി വാൾ വാങ്ങിക്കൊണ്ടിരിക്കും, നീ അതെല്ലാം ഇതേപോലെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുമോ? നിന്റെ കയ്യിൽ സ്ഥലമില്ലാതെ വരുമ്പോൾ വേണേൽ കാലിൽ കൂടി മുറിച്ചോളാനൊക്കെ അവൾ ദേഷ്യത്തിൽ പറയുന്നുണ്ടായിരുന്നു. ഷാങ്യു ഇപ്പോൾ ആ വാൾ കയ്യിലെടുത്തുകൊണ്ട് ഇതൊക്കെ ഓർക്കുകയാണ്. പിന്നെ മാസ്റ്റർ പറഞ്ഞ ചില കാര്യങ്ങളും അവൾ ഓർക്കുന്നുണ്ട്. മുമ്പ് ആ ഡാം കൺസ്ട്രക്ഷൻ്റെ സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ ആ ചാരന്മാരെ പിടികൂടിക്കൊണ്ട് വരാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. അന്ന് ഷാങ്യുവിന് സഹതാപം തോന്നി അവരെ വിട്ടയച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക? ഇപ്പോൾ സംഭവിച്ചതിനേക്കാൾ വലിയ ദുരന്തമായിരുന്നുവെങ്കിൽ സംഭവിക്കുമായിരുന്നത്. അതുകൊണ്ട് കൊല്ലുന്നത് തെറ്റല്ല, ആരെയാണ് കൊല്ലുന്നത് എന്നുള്ളതാണ് പ്രധാനം എന്നൊക്കെ മാസ്റ്റർ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഷാങ്യുവിന് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ തനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് അവൾ അദ്ദേഹത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ഷാങ്യു ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജനറൽ വു അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഫാൽക്കൺ കൊണ്ടുവന്ന ഒരു മെസ്സേജ് കാണിക്കുന്നത്. യാൻഷങ്ങായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ബാവറെ കണ്ടു കിട്ടിയതും അവനെ സേഫായിട്ട് തിരികെ ലിനാനിലേക്ക് അയച്ചതുമൊക്കെ ആയിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. എന്തായാലും ഷാങ്യുവിന് പറഞ്ഞപ്പോൾ സന്തോഷമാകുന്നു. ഇനിയിപ്പോൾ ഷിയാനും അവളുമൊക്കെ തിരികെ ലിനാനിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും ഒരുമിക്കാമല്ലോ എന്നവൾ സന്തോഷത്തോടെ പറയുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ പുറപ്പെടാൻ തയ്യാറായിക്കൊള്ളാനും ജനറലിനോട് പറയുന്നുണ്ട്. ഷിയാനെ അവിടെയുള്ളൊരു സത്രത്തിലായിരുന്നു അവൾ താമസിപ്പിച്ചിരുന്നത്. സുൻ അവളെ കാണാനായിട്ട് അവിടെ ചെല്ലുന്നുണ്ട്. ബാവറെ അവർ രക്ഷപ്പെടുത്തി സേഫായി തിരികെ അയച്ചത് ഷിയാൻ അറിഞ്ഞു കഴിയുന്നു. അതുകൊണ്ട് അവൾ അതിന് പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. ഷിയെക്കുറിച്ച് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള വിവരം അവളിൽ നിന്ന് കിട്ടുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു സുൻ ഇങ്ങനെ വന്നത്. അവനെ കണ്ടുപിട്ടിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപമായിരുന്നു എന്ന് പറഞ്ഞ് ഷിയാൻ ആ സംഭവത്തെക്കുറിച്ചൊക്കെ അവനോട് പറയുന്നുണ്ട്. അന്ന് വെള്ളത്തിൽ വീണ് അവൻ മുങ്ങി ചാവാൻ തുടങ്ങിയപ്പോൾ അവനെ രക്ഷപ്പെടുത്തിയതും മൗത്ത് ടു മൗത്ത് കൊടുത്ത് ജീവൻ രക്ഷിച്ചതുമൊക്കെ അവൾ പറയുന്നു. പിന്നെ ലോർഡ് ഷാങ്ഷിനെതിരായിട്ടുള്ള തെളിവായിട്ട് ഒരു ടൈഗർ ടാലി തൻ്റെ കയ്യിലുള്ള കാര്യം ഷീ അടുത്തിടെ അവളോട് പറഞ്ഞിരുന്നല്ലോ. അതിനെക്കുറിച്ചും ഷിയാൻ അവനോട് പറയുന്നുണ്ട്. അതേപോലെ അവർ അച്ഛനും മകനും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചും അവൻ്റെ ശരിക്കുള്ള ഐഡൻറ്റിറ്റി ലോർഡ് ഷാങ്ഷിന് ഇതുവരെ അറിയില്ല എന്നുള്ളതും ലോർഡ് ഷാങ്ഷിനെ കൊണ്ട് ഇങ്ങനെ ഒരു യുദ്ധം ചെയ്യിപ്പിച്ച് രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു ഷിയുടെ ഉദ്ദേശം എന്നുള്ളതും ഒക്കെ ഷിയാൻ തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം സുനിനോട് പറയുന്നു. എന്തുകൊണ്ടാണ് ഷീ ബാവറെ കൊല്ലാൻ ആഗ്രഹിക്കുന്നതെന്ന് സുനിന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ഷീക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തിന് ശരിയായ രീതിയിലുള്ള ഒരേ ഒരു അവകാശി ബാവറാണ്. തന്നെ കൊന്നിട്ട് ബാവറെ ആരെങ്കിലും രാജാവാക്കുമോ എന്നുള്ള പേടി കാരണമാണ് ഷീ അവനെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇക്കാര്യം എത്രയും പെട്ടെന്ന് യാൻഷിങ്ങിൻ്റെ അടുത്ത് നിന്ന് പറയാനായിട്ട് സുൻ വേഗം തന്നെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. പിന്നെ അവളെ മൗത്ത് ടു മൗത്ത് കൊടുത്ത് രക്ഷപ്പെടുത്തുന്ന കാര്യമൊക്കെ പറഞ്ഞത് അവനത്ര കാര്യമായിട്ട് മനസ്സിലായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവൻ തിരിഞ്ഞു നിന്ന് അതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അവളോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അത് എൻ്റെ ഗ്രാമത്തിലുള്ളവർ ഉപയോഗിച്ചിരുന്ന ഒരു പരമ്പരാഗത രീതിയാണ്. ഒരാളുടെ വായിൽ കൂടി വാ കൊണ്ട് കൃത്രിമ ശ്വാസം നൽകിയിട്ട് നെഞ്ചത്ത് നന്നായി അമർത്തി ശ്വാസമെടുക്കാൻ ഹെൽപ്പ് ചെയ്താൽ നിർണായക ഘട്ടങ്ങളിലൊക്കെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്നൊക്കെ യാൻഷിയാൻ അവന് വിശദമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആണും പെണ്ണും തമ്മിലുള്ള ആ ഒരു ബൗണ്ടറി ഒക്കെ റിസ്കിലാക്കുന്ന വിധത്തിലല്ലേ ഇതെന്നും അവൻ ചോദിക്കുന്നുണ്ട്.
എന്തായാലും പുതിയൊരു കാര്യം പഠിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തോടെയാണ് അവൻ തിരികെ പോകുന്നത്. ലോർഡ് ഷാങ്ഷിനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാനാണല്ലോ യാൻഷിങ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ തങ്ങളുടെ സപ്പോർട്ടില്ലാതെ യാൻഷിങ്ങിന് വിജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നുള്ള കാര്യം ജനറൽ ഹേ ലീയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ യാൻഷിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3000 സൈനികരെയും കൊണ്ട് ലീ മറ്റൊരു ഭാഗത്തുകൂടി അറ്റാക്ക് ചെയ്യുന്നതിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ജനറൽ ഹേയുടെ കീഴിൽ ഇപ്പോൾ വെറും 5000 സൈനികർ മാത്രമാണുള്ളത്. അതിൽ 3000 പേരെ താൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ വെറും 2000 സൈനികരെയും കൊണ്ട് അദ്ദേഹത്തിന് ഈ സിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ലീ സംശയം ചോദിക്കുന്നു. ഈ 5000 പേരും കൂടി ഇവിടെ ഒരുമിച്ച് നിന്നാലും ലോർഡ് ഷാങ്ഷിൻ്റെ 50,000 സൈനികരിൽ നിന്ന് സിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഭാഗത്ത് ആളുകൾ കുറവായതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും സർപ്രൈസ് ആയിട്ടുള്ള അറ്റാക്കുകൾ നടത്തി നമുക്ക് ഈ യുദ്ധത്തിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ. എന്തായാലും ഈ സിറ്റി വിട്ടുകൊടുക്കാതെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തോളാമെന്ന് ജനറൽ ഹേ അവനോട് പറയുന്നു. അങ്ങനെ ലീ അദ്ദേഹം പറയുന്ന അനുസരിച്ച് പുറപ്പെടാൻ തയ്യാറാവുന്നുണ്ട്. ഷാങ്യു ഷിയാനെയും ബാക്കിയുള്ളവരെയും കൂട്ടി തിരികെ അവളുടെ ഗ്രാമത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ആൻറ്റി കാങ്ങിൻ്റെ ഒരു പേരക്കുട്ടി മിലിറ്ററി സർവീസിനായി ചെറുപ്പത്തിലെ പിടിച്ചുകൊണ്ട് പോയതിനെ പറ്റി പറയാറുണ്ടായിരുന്നല്ലോ. ആ പയ്യനെ ഇവിടെ വെച്ച് ബാബുവും സംഘവും ഒക്കെ കണ്ടുപിടിച്ചിരുന്നു. അവൻ ലിനാനിനുള്ളതാണ് എന്നറിഞ്ഞ് അവനെയും ഇവർക്കൊപ്പം തിരികെ അയക്കാനായിട്ട് ജനറൽ ഹേ സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെ അവനും ഇപ്പോൾ ഇവർക്കൊപ്പം ഉണ്ട്. തൻ്റെ മുത്തശ്ശിക്ക് സംഭവിച്ചതിനെ പറ്റിയൊക്കെ അവൻ അറിഞ്ഞിരുന്നു. മുത്തശ്ശിയുടെ ഡെഡ് ബോഡിയൊക്കെ ശരിയായ രീതിയിൽ അടക്കം ചെയ്തതിനൊക്കെ അവൻ ഷാങ്യുവിനോട് നന്ദി പറയുന്നുണ്ട്. ഷാങ്യു സന്തോഷത്തോടെയാണ് അവനെ തിരികെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാവുന്നത്. പിന്നെ അവൾ ജനറൽ ഹേയുടെ അടുത്ത് നിന്ന് അദ്ദേഹത്തോട് യാത്ര പറയുന്നു. ഇനി തമ്മിൽ കാണുന്ന സമയത്ത് തൻ്റെ സംശയങ്ങളൊക്കെ നീക്കി തരണമെന്നും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി തമ്മിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യാമെന്ന് അദ്ദേഹം വാക്ക് കൊടുക്കുന്നു. ഈ യുദ്ധത്തിൽ സർവൈവ് വാങ്ങുമോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. അവൾ വണ്ടിയിൽ കയറി പോകുന്ന സമയത്ത് അവളുടെ അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന സമയത്തെക്കുറിച്ച് അദ്ദേഹം വീണ്ടും ഓർക്കുന്നുണ്ട്. ഷാങ്യുവിൻ്റെ അച്ഛനും ഈ സമയത്ത് ജനറലിൻ്റെ യൂണിഫോമിൽ തന്നെയാണ്. ഷാങ്യു ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു കാര്യമാണ് ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നത്. ജനറൽ ഹേ അന്ന് മറ്റേതോ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. അതിനു മുമ്പ് ജനിക്കാൻ പോകുന്ന തൻ്റെ മകൾക്ക് ഒരു പേരിട്ടിട്ട് പോകാൻ ഷാങ്യുവിൻ്റെ അച്ഛൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ജനറൽ ഹേ ആണ് ഷാങ്യു എന്നുള്ള പേര് അവൾക്ക് സജസ്റ്റ് ചെയ്തത് തന്നെ. ജനിക്കാൻ പോകുന്നത് പെൺകുട്ടിയായിരിക്കുമെന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പുള്ളതുപോലെയായിരുന്നു പെൺകുട്ടികളുടെ പേര് മതിയെന്ന് അന്ന് ഷാങ്യുവിൻ്റെ അച്ഛൻ ജനറൽ ഹേയോട് പറഞ്ഞിരുന്നത്. അവളിങ്ങനെ യാത്ര പറഞ്ഞ് പോകുന്ന സമയത്ത് അദ്ദേഹം ഇതൊക്കെ ഓർക്കുകയാണ്. ശരിക്കും നീരും നിറയും ധൈര്യവും ഒക്കെ ഉള്ള ഒരു മകളെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്ക് കാര്യത്തിൽ നിന്നോട് അസൂയ തോന്നുന്നുണ്ട് എന്ന് ജനറൽ ഹേ അവിടെ നിന്ന് ഷാങ്യുവിൻ്റെ അച്ഛനോടെന്നോണം അപ്പോൾ പറയുന്നുണ്ട്. ഷാങ്യു അവിടെ നിന്ന് പുറപ്പെട്ട് പോകുന്നുണ്ടെങ്കിലും വണ്ടിയിലിരിക്കുമ്പോഴൊക്കെ അവൾ ആകെ മൂഡ് ഓഫ് ആയിരുന്നു. അവൾക്ക് വേണ്ടി തയ്യാറാക്കി ജനറൽ ഹേ നൽകിയ ആ യൂണിഫോമും അവൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് അവൾ അതെടുത്ത് നോക്കുന്നതൊക്കെ ഷിയാൻ ശ്രദ്ധിക്കുന്നു. ഈ സമയത്ത് ജനറൽ ഹേ ഒക്കെ യുദ്ധത്തിന് പുറപ്പെടാൻ തയ്യാറായിട്ട് അവിടുത്തെ വലിയ ഡ്രം മുഴക്കുന്നുണ്ട്. ഈ സൗണ്ടും ഇവൾ ഈ വണ്ടിക്കുള്ളിലിരുന്ന് കേൾക്കുന്നു. അതോടെ അവൾ കർട്ടനൊക്കെ മാറ്റിയിട്ട് ആകെ അസ്വസ്ഥയാവുന്നത് കണ്ട് അവൾക്ക് പോകണമെങ്കിൽ തിരികെ പോയിക്കോളാൻ ഷിയാൻ അവളോട് പറയുന്നു. അങ്ങനെ ഷാങ്യു വണ്ടി നിർത്തിക്കുന്നു. അതിനുള്ളിലിരുന്ന് തന്നെ അവൾ ആ യൂണിഫോം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഷിയാനെ സേഫായിട്ട് തിരികെ ലിനാനിലെത്തിക്കാൻ വേണ്ടി ജനറൽ വൂനെ കൂടെ അയക്കാനാണ് അവൾ ഉദ്ദേശിക്കുന്നത്. അവൾ യുദ്ധഭൂമിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, മാർക്കിസൊക്കെ അവിടെ ഉണ്ട്, അതുകൊണ്ട് ഉറപ്പായും അവർ യുദ്ധം ജയിക്കുമെന്നൊക്കെ വൂ അവളോട് പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും യുദ്ധത്തിന് പോകാൻ തന്നെയാണ് ഷാങ്യുവിൻ്റെ തീരുമാനം. ഇപ്പോൾ ഈ യുദ്ധത്തിലേക്ക് പോകാതെ ഞാൻ ലിനാനിലേക്ക് ഒളിച്ചോടിയാലും എനിക്കവിടെ സേഫായിരിക്കാൻ പറ്റില്ല. ഈ യുദ്ധത്തിൽ നമ്മൾ തോൽക്കുകയാണെങ്കിൽ ഇവിടം ശത്രുക്കളുടെ കയ്യിലാവും. പിന്നെ ലിനാൻ എങ്ങനെ സേഫ് ആവാനാണ്? അതുകൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്ന് അവൾ പറയുന്നു. ഷിയാനും അവളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മിടുക്കിയായിട്ടുള്ള വാരിയറാണ് നീ. ഞങ്ങളുടെ ആരുടെയും സേഫ്റ്റിയെ പറ്റി ഓർത്ത് നീ പേടിക്കേണ്ട. ഞാൻ തിരികെ ചെന്ന് കഴിയുമ്പോൾ ഷാങ്യുവിനെയും സഹോദരിയും ഒക്കെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തോളാം. നീ സമാധാനമായിട്ട് പോയി വരാൻ പറഞ്ഞ് അവൾ ഷാങ്യുവിന് ധൈര്യം നൽകുന്നു. ബാബുവും സംഘവും ഷാങ്യുവിനൊപ്പം തന്നെ പോകാൻ തയ്യാറാവുന്നുണ്ട്. ആൻറ്റി കാങ്ങിൻ്റെ പേരക്കുട്ടിയും അവൾക്കൊപ്പം ചെല്ലാമെന്ന് സമ്മതിക്കുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സിൽ പലരും തങ്ങളും അവൾക്കൊപ്പം ചെല്ലാൻ തയ്യാറാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നു. അങ്ങനെ ഷാങ്യു തൻ്റെ തന്നെ ഒരു ചെറിയ സൈന്യത്തെ ഉണ്ടാക്കി ഈ യുദ്ധത്തിന് പുറപ്പെടുന്നുണ്ട്. യാൻഷിങ്ങിൻ്റെ സൈന്യം ലോർഡ് ഷാങ്ഷിൻ്റെ സൈന്യവുമായി ഈ സമയത്ത് നേർക്കുനേരെ കണ്ടുമുട്ടിയിരുന്നു. ലോർഡ് ഷാങ്ഷിനെ കൊല്ലാൻ ഓർഡർ ഇട്ടുകൊണ്ട് യാൻഷിങ് സൈന്യത്തെ മുന്നോട്ട് നയിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.